വൃന്ദാവനത്തിൽ നമുക്കറിയാം ഒരുപാട് ഗോപികമാരുണ്ട്. അല്ലെങ്കിൽ ഗോപികമാരെല്ലാം രാധാറാണിയുടെ പല ഭാവങ്ങളാണ് ഗോപികമാർ. അതായത് രാധാറാണി എന്ന് പറയുന്നത് ഭക്തിയുടെ അറ്റ്മോസ്ഫിയർ, അതായത് ഭക്തിയുടെ അൾട്ടിമേറ്റ് ഭാവമായ രാധാറാണി ഭൂമിയിലേക്ക് വന്ന സമയത്ത് ഭഗവാനെ ആരാധിക്കാനായിട്ടുള്ള, അതായത് ഭഗവാനെ ആരാധിച്ചിട്ടും മതി വരാതെ വരുന്ന ഒരു അവസ്ഥയിൽ, അതായത് ഭക്തിയുടെ അങ്ങേ അറ്റത്തെ അവസ്ഥയിൽ എത്തുന്ന സമയത്ത് ഗോപികമാരുടെ ഭാവം എടുത്തു രാധാറാണി. അപ്പം എല്ലാ ഗോപികമാരും രാധാറാണിയുടെ ഭാവം തന്നെയാണ് എല്ലാ ഗോപികമാരും. അപ്പം രാധാറാണി മാത്രമല്ല ഗോപികമാരും ചേർന്നിട്ടാണ് കണ്ണനെ ആരാധിക്കുന്നത്. അപ്പോൾ ഭക്തിയുടെയും അർപ്പണത്തിൻ്റെയും ഏറ്റവും വലിയ ഭാവമാണ് രാധാറാണി. അതുപോലെ വൃന്ദാവനത്തിൽ രാധാറാണി ഇപ്പോൾ അവിടുത്തെ രാജകുമാരി ആയിരുന്ന സമയത്ത് രാധാറാണി അവിടുത്തെ ഏറ്റവും, അതായത് എല്ലാവരോടും കരുണ, എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭാവമാണ്. അതായത് ഇപ്പോൾ നമ്മൾ രാധാറാണിയുടെ ഭക്തരായിട്ടുള്ള രാധാറാണിയോട് നമുക്ക് ഭക്തി വരുന്ന സമയത്ത് കണ്ണൻ നമ്മളുടെ അടുത്ത് ലീലകളൊക്കെ ചെയ്യാറുണ്ട്, അല്ലേ? കണ്ണൻ എപ്പോഴും ലീലകൾ ചെയ്യാറുണ്ട്. കണ്ണൻ്റെ ലീലകൾ